ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ 100 ഡേയ്സ് ഓഫ് ചാലഞ്ചിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 7th ഡേയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഫുഡ് സ്പോട്ടാണ്. കോന്നി ടു കൊച്ചി അല്ലെങ്കിൽ കൊച്ചി ടു കോന്നി പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു ചായ 2 ബൂസ്റ്റ്. എറണാകുളത്ത് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ തിരിച്ചു വരിക. ഇന്നലെ ഞങ്ങൾ രാത്രിയിലാണ് പോയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മറ്റേ കോട്ടയം ഇത് പിന്നെ എരുമേലി അല്ല എരുമേലി ഒരു ഭയങ്കര ഇരുട്ടില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്ത് സുഖമുണ്ട്, നല്ല വഴിയാണ്. ഇവള് വഴി പറയും മണിമല എരുമേലി വഴി പോകല്ലോ, മണിമല വഴി പോകണം. അപ്പൊ നമ്മൾ 10 കിലോമീറ്റർ ഈ റോഡ് തന്നെ മണിമല പോകണം. അതുകൊണ്ട് അന്ന് വൈകുന്നേരം ഞങ്ങള് അങ്ങ് പോവായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോ രാവിലെ 7 മണി വരാൻ വിചാരിച്ചു. ഓക്കെ, എത്ര രൂപയായിരുന്നു? 311 രൂപ. നമ്മള് കഴിച്ചത് 7 പൊറോട്ട, 7 പൊറോട്ട, ഒരു എഗ് റോസ്റ്റ്, പിന്നെ ഒരു ഡബിൾ ഓംലേറ്റ്, പിന്നെ 2 ചായ, 3 സുഖിയൻ. മേടിച്ചതേ ഉള്ളൂ, കഴിച്ചില്ല. രണ്ടെണ്ണം മേടിച്ചു, ഒരെണ്ണം കഴിച്ചു. പിന്നെ ഒരു 15 സെന്റർ ഫ്രഷ് അത് പിന്നെ ചുമ്മാ മേടിച്ചത്. അപ്പൊ ഇവിടെ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു വലിയ ഹൈ ക്ലാസ് റെസ്റ്റോറന്റ് ഒന്നും അല്ല, പക്ഷെ സാധാരണ റെസ്റ്റോറന്റ്, ഫാമിലി റെസ്റ്റോറന്റ് ആണ്. പക്ഷെ നല്ല അപ്രോച്ച്. പുള്ളിയോട് പറഞ്ഞ കാര്യം ഇവിടെ വരുന്നവരാരും പണി പോകാറില്ല, മീൻസ് പിന്നെ വരാതിരിക്കാറില്ല. എല്ലാവരും ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ്ലി വന്നിരിക്കും. പുള്ളിയുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് റണ്ണിങ് കസ്റ്റമേഴ്സ് ആണ്. അവിടെ ഇതൊരു ഗ്രാമപ്രദേശമാണ്, ഹൈവേ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പുള്ളി കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. പുള്ളിക്ക് നല്ല അപ്പുറം കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു അപ്പുറം. എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാം വന്ന് പൊറോട്ട പാഴ്സൽ മേടിച്ചോണ്ട് പോവാ ചെയ്യുന്നത്. എല്ലാവരും പാഴ്സൽ. ഞായറാഴ്ച ഏറ്റവും കൂടുതൽ പാഴ്സൽ പോകുന്നു പറഞ്ഞു. ഞായറാഴ്ചകളിലൊക്കെ എല്ലാവരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാതെ 5 പൊറോട്ട 10 പൊറോട്ട മേടിച്ചോണ്ട് പോകും. പക്ഷെ പുള്ളിയുടെ അപ്രോച്ച് ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. നമ്മളെ ഞങ്ങള് സ്ഥിരം വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുമ്പോ 2 മാസം കൂടുമ്പോ ഒരിക്കലും പുള്ളിക്കാരൻ മറന്നിട്ടില്ല. ചോദിച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമോ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് വഴികൾ വന്ന വഴി എന്തുവാന്നുള്ളതൊന്നും ഓർക്കാറില്ല. മറന്നുപോകും നമ്മള്. അല്ല ബ്രുനെ, നമ്മള് വഴി വരുന്നത് നല്ലൊരു ഡ്രൈവർ എന്ന് പറയുന്നത് എപ്പോഴാ വന്ന വഴി നമ്മൾ എത്രയും നമ്മള് കണ്ടുപിടിച്ച് പോകുന്ന അതൊക്കെ നല്ല ഡ്രൈവർ. ഡ്രൈവിംഗ് അറിഞ്ഞാൽ മാത്രം പോരാ, ആ സ്കിൽഡ് ഡ്രൈവറിന് എല്ലാ വഴികളും അറിയും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അറിയത്തൊന്നുമില്ല, ഡ്രൈവ് ചെയ്യുന്നതേ ഉള്ളൂ. പുള്ളിക്കാരൻ ആദ്യം വന്നപ്പോഴും വഴി പറഞ്ഞു തന്നു. ഇപ്പോഴും രാത്രി ഞാൻ വരാൻ പേടിച്ചെന്ന് പറഞ്ഞപ്പോഴും പറയുന്നത് നല്ല വഴിയാ, വരണം, അത് പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു, എല്ലാം വീടുകളെ ഉള്ളൂ. പക്ഷെ അന്ന് നല്ല മഴയും കൂടായിരുന്നു. അപ്പൊ നമ്മൾ സ്ഥിരം വന്ന് പോകുന്ന വഴിയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മള് നാട്ടിൽ വരുമ്പോഴൊക്കെ വരുന്നത്. ഇപ്പോഴാണ് ഞങ്ങള് ഇത്രയും അടുപ്പിച്ച് വരുന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ 6 മാസം ഇല്ലെങ്കിൽ 7 മാസം 8 മാസം അങ്ങനെയൊക്കെ കൂടിയിരിക്കുമ്പോഴേ നാട്ടിൽ വരുന്നുള്ളൂ. ഇല്ല ബ്രിബിൻ ചിലപ്പം വരത്തില്ല, ചിലപ്പോൾ ഞാൻ ബസ് കയറിയായിരിക്കും ഞാൻ വരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വന്നോണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മള് സ്ഥിരം ഇത് അല്ലാത്തോണ്ട് നമ്മള് പേടിച്ചു. ഇതെന്തോ പുതിയ വഴിയാകുന്നത് അല്ലേ? ഇപ്പൊ കറക്റ്റാ വന്നേക്കുന്നല്ലേ. അത് ടൗണിൽ പോയിട്ടാ, പാലാ ടൗണിൽ ചെന്നിട്ടാ എപ്പോഴും ചാടുന്ന. ഇപ്പൊ പുതിയതായിട്ട് എറണാകുളത്തിന്റെ സൈഡിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഈ വഴിയും പോയി നോക്കാം.
പുനലൂർ മൂവാറ്റുപുഴ SH8 ഹൈവേ വഴി യൂസ് ചെയ്യുന്നവർക്ക് ഈ സ്പോട്ട് ആക്സസബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങാറായി. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ശബരിമല സീസൺ തുടങ്ങുമ്പോൾ മൊത്തത്തിൽ അത് വെജ് റെസ്റ്റോറൻ്റായിട്ട് മാറും. പിന്നെ അത് മകരവിലക്ക് അന്നേ നമ്മൾ പിന്നെയും നോൺ വെജ് ആയിട്ട് തുടങ്ങത്തുള്ളൂ. അതുവരെ നമുക്ക് സീസൺ ടൈമിൽ മൊത്തം നമ്മൾ വെജ് റെസ്റ്റോറൻ്റായിട്ട് പ്യൂർലി മാറും എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് ആ സ്പോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളിതിന് മുമ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ, ടാറ്റ.